സായ ബേങ്കറുടെ 60 ഇൻഡി സോങ് ആയ രതിമ സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. കാണാം വാ. സായ് I can't do this anymore, Sai. ரதிமா நான் சொல்றத கொஞ்சம் கேளு ப்ளீஸ். நீ பாட்டுக்கு பொண்ணை மாத்திட்டு இருப்ப. அடுத்து என்ன மாத்த மாட்டேன்னு என்ன நினைச்சோம்? நான் இவ்வளோ நாளாக காரணம் தேடிட்டு இருந்தியா? நீ விட்டுட்டு போயிட்டா தாடி வளர்த்துட்டு அழுதுட்டு இருப்பேன்னு நினைக்கிறியா? Please don't call me back. என்னாச்சு? ലക്ഷ്മി അമ്മാൾ அவ போயிட்டா. விடிச்சாய், தங்கமான பையன் நீ. என்னதாண்டா அவளுக்கு? ஹீரோயினோட பண்ண வேண்டிய ஐகானிக் ஷாட் இது. என் நேரம் உன் கூட பண்ண வேண்டியதாயிருச்சு. ரதிமா தான் இல்லைன்னு ஆயிடுச்சு. பாட்டு ரிலீஸ் டேட் வேற போட்டோம். உன்கிட்ட தான் பாட்டு இருந்தா தாயேன். குடுக்கலாம் மட்டும் விட்டுறா போற. ആക്ച്വലി ഇപ്പം ഏതെങ്കിലും സോങ് ഇറങ്ങുമ്പോൾ ഒരു പ്രോമോ റിലീസ് ചെയ്യുന്നത് ഇപ്പം വളരെ കംഫർട്ടബിൾ ആയിട്ട് വരാണ്. എല്ലാ പടത്തിലും ഇപ്പം അങ്ങനെ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് സായും റിലീസ് ചെയ്യുന്നത്. സായും ഇതിൽ ഫീമെയിൽ ലീഡായിട്ട് വരുന്നത് ഭാഗ്യശ്രീ ബോയ്സ് ആണ്. മുന്നേ കച്ചിസേറയില് സംയുക്ത, ആസക്കൂടയില് പ്രീതി, ചിത്തിരപുത്രിയില് മീനാക്ഷി ആൻഡ് വിഴുവിക്കരയിലെ പുള്ളിക്കാരുടെ പേര് എനിക്ക് വിട്ടുപോയി. ആൻഡ് ലാസ്റ്റ് വന്ന പവിഴമല്ലിയില് കൈതു ലോഹർ, ഇതില് ഭാഗ്യശ്രീ ബോയ്സ്. അപ്പൊ എല്ലാ നല്ല നായികന്മാരെയും ചൂസ് ചെയ്തെടുക്കുന്നുണ്ട് സായ ബേക്കർ ഹീറോയിനായിട്ട്. അപ്പോ സോങ് ആണ്. ഇനി ഇതിപ്പോ പ്രോമോ ആണ് ചേട്ടാ. இப்பெல்லாம் ஏர் ட்ராப் தான். ஹேர் ட்ராப்பா? ഡ്രോപ്പാ വരണടാ. ரதிமா ஏ ரதிமா விட்டுட்டு போறியே இருமா. ஏ ரதிமா ஏ ரதிமா என்னடி என்னோட கதிமா ஏய். ரதிமா ஏ ഓ ரதிமா ഭാഗ്യശ്രീ செஞ்சது மொத்தம் சதிமா ஏ ரதிமா ஏ ரதிமா என்னை இப்படி ஆக்கலாமா? ഇപ്പൊ ഹിന്ദി ഉണ്ട് കേട്ടാ. എയർ ഡ്രോപ്പിംഗ് ഓൺ 24th August, നാളെയാണ് കേട്ടാ. വിവേകിന്റെ ലിറിക്സ് ആണ് കേട്ടാ. പ്രോമോ കൊള്ളാം കേട്ടോ, ഒരു സിമ്പിൾ ആൻഡ് നൈസ്. ആ പ്രോമോന്റെ തുടക്കത്തിൽ ഭാഗ്യശ്രീ ഫോൺ വിളിക്കുമ്പോൾ പറയുന്നത്, നീ പാട്ടില് ഹീറോനെ മാറ്റിക്കൊണ്ടിരിക്കും, എന്നെ മാറ്റില്ലെന്ന് എന്താണ് ഉറപ്പെന്ന്. അത് ജെന്യൂൻലി കോമഡിയാണ്, ട്രോളാണ്. ആൻഡ് ഒരു അപ്പൂപ്പൻ ഇട്ടിരിക്കുന്ന ടീഷർട്ട് ഉണ്ട്, ജേഴ്സി. ആ ജേഴ്സി ലക്ഷ്മി അമ്മാള്, മറ്റേ വൈറലായ വേൾഡ് കപ്പിൽ ലക്ഷ്മി അമ്മാൾ, ആ അമ്മൂമ്മയുടെ ആ ഒരു പേര് പറയുന്ന പോലത്തെ ഇതാണ്, ലക്ഷ്മി അമ്മാൾ എന്ന് ഇട്ടിട്ടുണ്ട്. ആൻഡ് എയർ ഡ്രോപ്പിംഗ്, അത് ഒരു ചെറിയൊരു വെറൈറ്റിക്ക് വേണ്ടി ഡ്രോപ്പ് ചെയ്യാം, എയർ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അതാണ് എയർ ഡ്രോപ്പിംഗ് 24th August, നാളെയാണ് റിലീസ് ചെയ്യുന്നത്. ആൻഡ് ലിറിക്സ് വിവേകാണ്. കൺഫേം ആയിട്ട് കിടിലൻ ലിറിക്സ് തന്നെ ആയിരിക്കും വിവേക്. എനിക്കൊരു പവിഴമല്ലി, ചിത്രപുത്രിയൊക്കെ വിവേകാണ് എഴുതിയിട്ടുള്ളത്. സൂപ്പർ ലിറിക്സ് തന്നെ വരും. ഇപ്പൊ തന്നെ രതിമ നീ കൊഞ്ചം ഇരുമ, വിട്ടിട്ട് പോന്നത് സതിമ, നീലനായന്റെ ഗതിമ. അപ്പൊ അതെല്ലാം വരുന്നുണ്ട്, എല്ലാം രതിമ. അപ്പൊ ആ ഒരു ടൈമിങ്, റൈമിങ് എല്ലാം വിവേക് ആ ലിറിക്സിൽ വരുത്തുന്നുണ്ട്. ആൻഡ് സായിന്റെ ആ മ്യൂസിക്കും കൊള്ളാം, ആ പാട്ട് പാടുന്നതും കൊള്ളാം. അപ്പൊ ആ ഒരു ഇതിൽ വരും. ഒരു ലവ് പെപ്പി ബ്രേക്കപ്പ് സോങ് ആണ്. അതാണ് നമ്മൾ ലവ് സോങ് ഒക്കെ കേട്ടത്, പെപ്പി ബ്രേക്കപ്പ് സോങ് ആണ്. അപ്പൊ ഇതില് ഈ ഒരു ലിറിക്സ് മാത്രമല്ല, വീണ്ടും വരുന്ന ലിറിക്സ് ഒക്കെ ഒരു സങ്കടമുള്ള വിട്ടുപോയ ലിറിക്സുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്തായാലും നാളെ വന്നിട്ട് സായ ബേങ്കർ കത്തിക്കും. ഒരു സമയത്ത് അനിരുദ്ധ് അപ്ഡേറ്റ് ആയിരുന്നു, ഒരു സമയത്ത് സായ ബേങ്കർ അപ്ഡേറ്റ് ആയിരുന്നു. ഒരു സമയത്ത് അനിരുദ്ധ് പാട്ടിറങ്ങണം, ഒരു സമയത്ത് സായ ഭയങ്കര പാട്ടിറങ്ങി. മാറി അപ്ഡേറ്റ് പാട്ട്. കാരണം അത്രയും പടങ്ങള്, അത്രയും കാര്യങ്ങൾ അനിരുദ്ധിന് സായിക്കും ഇപ്പൊ ഉണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോ ഇപ്പൊ കോളിവുഡ് ഇൻഡസ്ട്രിയിൽ ഒരു ടോക്ക് ഓഫ് ദ ടൗൺ എന്ന് പറയുന്ന ഈ രണ്ടുപേരാണ്. അത് വേറെ ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടോ എന്ന് പോലും ആരും ഓർക്കുന്നില്ല സത്യം പറഞ്ഞാൽ, ടു ബി ഓണസ്റ്റ്. കാരണം രണ്ടുപേരും മാറി ബാങ്ങേഴ്സ് റിലീസ് ചെയ്യുന്നു, BGMs റിലീസ് ചെയ്യുന്നു. വേറെ ആർക്കും ഒന്നും ചെയ്യാനും കിട്ടുന്നില്ല, വേറെ ആരും ഒന്നും കൊടുക്കുന്നുമില്ല. രണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് മാറി പാട്ടിറക്കുന്നു, മാറി മ്യൂസിക് ഇറക്കുന്നു, മാറി ട്രെൻഡിങ് കയറ്റുന്നു, മാറി പ്രൊമോട്ട് ചെയ്യുന്നു, മാറി ഇപ്പൊ അഭിനയിക്കുകയും ചെയ്യുന്നു. അയ്യോടോ. ആൻഡ് ഇത് കത്തും നാളെ രതിമ. അപ്പൊ നമുക്ക് വെയിറ്റിംഗ്. ഇത് കഴിഞ്ഞിട്ട് റിവ്യൂവും ചെയ്യാം, റിയാക്ഷനും ചെയ്യാം. അപ്പൊ മറക്കാതെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ലൈക്ക് ചെയ്തേക്ക്, കമന്റ് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്ക്, ഹൈപ്പ് ചെയ്തേക്ക്. ബൈ ബൈ ഗൈസ്. രതിമ നീ കൊഞ്ചം ഇരുമ.